അയ്യന്റെ പൂങ്കാവനത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പവിത്രം ശബരിമല പദ്ധതിക്ക് തുടക്കം കുറിച്ച് ദേവസ്വം ബോർഡ്. മണ്ഡലകാലത്തിന്റെ ആരംഭത്തിൽ തുടങ്ങേണ്ടിയിരുന്ന പദ്ധതി നട തുറന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് തുടങ്ങുന്നത്. പവിത്രം ശബരിമല പദ്ധതി നിർജ്ജീവമായി എന്ന ജനം TV വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ. ജനം ഇമ്പാക്ട്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, മണ്ഡലകാല ആരംഭത്തിൽ തന്നെ ഒരുപക്ഷെ അതിന് മുമ്പേ തന്നെ നമ്മുടെ ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ പുണ്യം പൂങ്കാവനം എങ്ങനെയായിരിക്കണം ആ പൂങ്കാവനം അതൊരു പുണ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടുള്ള മാതൃകകൾ, വാർത്തകൾ, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു നമ്മൾ. ഈ പവിത്രം ശബരിമല പദ്ധതി നിർജ്ജീവമായി കിടക്കുന്നതും ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അത് പൊടിതട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ആണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി വീണ്ടും ഈ പദ്ധതി അവരങ്ങ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡ്? ഇന്നലെ തന്നെ ഈ പദ്ധതി ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടെ ഒരു ഉദ്ഘാടന ചടങ്ങ് വെച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ, അതായത് 9 മണി മുതൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദേവസ്വം ജീവനക്കാരും മറ്റു ഭക്തജനങ്ങളും എല്ലാം തന്നെ ശബരിമല ശുചീകരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയുള്ള ആ ഒരു പ്രോജക്റ്റിന് തുടക്കമാക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരം രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയിരുന്നത്. നമുക്കറിയാം, ഈ ഒരു സമയത്ത് കൃത്യമായി ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാത്തതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ പദ്ധതി നടപ്പാക്കാത്തതിൽ വന്ന ബുദ്ധിമുട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാരണം പുണ്യം പൂങ്കാവനം എന്നുള്ള ഒരു ബൃഹത്തായ പദ്ധതി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ശബരിമലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പദ്ധതിയായിരുന്നു. അത് ദേശീയ തലത്തിൽ തന്നെ കൃത്യമായ ശ്രദ്ധ ആകർഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഈ ഒരു പദ്ധതിയെ പ്രശംസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ CPM-ന്റെ അതൃപ്തി, അതോടൊപ്പം തന്നെ ഈ ഒരു പോലീസ് ഉന്നത തലത്തിലുള്ള ചേരിപ്പോര്, ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഈ പദ്ധതി നിർജ്ജീവമാകാനുള്ള കാരണം. ഇതിന് ബദലായാണ് പവിത്രം ശബരിമല എന്നുള്ള ഒരു പദ്ധതിയുമായി പുതിയൊരു ആശയവുമായി ദേവസ്വം ബോർഡ് തന്നെ രംഗത്തെത്തി. ആദ്യ വർഷങ്ങളിലൊക്കെ തന്നെ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ, വിശുദ്ധ സേനയെ ഉപയോഗിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് ഇത്തവണ മണ്ഡലകാലത്ത് ഈ ഒരു പദ്ധതി തുടങ്ങാൻ ദേവസ്വം ബോർഡിന് ഇതുവരെ കഴിഞ്ഞില്ല. ആദ്യ ആഴ്ചകളിൽ ഇത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന അനുസരിച്ച് പോലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പവിത്രം ശബരിമലയിലൂടെ നടത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. ഈ വാർത്ത ദേവസ്വം ബോർഡ് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു, സർക്കാരിന് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ ഒരു പ്രശ്നപരിഹാരത്തിനായി വീണ്ടും ശ്രമിച്ചുകൊണ്ട് പദ്ധതി പുനരുജ്ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ എത്തി. എന്തായാലും പദ്ധതി ഇപ്പോൾ ശബരിമലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അടിസ്ഥാന പ്രശ്നം അത് അവിടെ നിലനിൽക്കുകയാണ്. ഈ ഉറവിടത്തിൽ തന്നെ ഈ വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ഒക്കെ തന്നെ എടുക്കണം എന്നുള്ള ഒരു വലിയ ആശയം വനംവകുപ്പ് അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഇരുമുടിക്കെട്ടിൽ ഈ ഒരു പ്ലാസ്റ്റിക് ഉൾപ്പെടെ എത്തുന്നത് തടയേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കാനന ക്ഷേത്രത്തിന് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ, അത് കൃത്യമായ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കൃത്യമായി ഭക്തർക്കിടയിൽ വ്യാപകമായ ഒരു പ്രചരണം നടത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, വ്യാപകമായുള്ള പ്രചരണങ്ങൾ, അയ്യന്റെ പൂങ്കാവനത്തെ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതികൾ, വിപുലമായ കർമ്മ പദ്ധതികൾ നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഓരോ മണ്ഡലകാലത്തും മകരവിളക്ക് തീർത്ഥാടന കാലത്തും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇത് ഈ കാനന ക്ഷേത്രത്തിന് ഏറെ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഓക്കെ, ശരി. അരുൺ കൊടുങ്ങൂർ വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മുടെ ഓരോ വാർത്തയും ഇങ്ങനെ ഫലം കാണുമ്പോൾ അല്ലേ, ഓരോ വാർത്തയും നൽകുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം കൂടി ഉണ്ടാവുകയാണ്.